ഹലോ, ഇന്ന് നമുക്ക് കേരളം വീഡിയോ 2 ചെയ്യാം. പാശ്ചാത്യ ശക്തികളും കേരളവും എന്ന് പറയുന്നതിൻ്റെ കണ്ടിന്യൂഷനാണ്. കേരളവുമായുള്ള വ്യാപാരത്തിലൂടെ പോർച്ചുഗീസുകാർക്ക് കൈവന്ന നേട്ടം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും കേരളവുമായി നേരിട്ട് വാണിജ്യബന്ധം സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചു. ഇതിൽ ആദ്യം വിജയിച്ചത് ഡച്ചുകാരാണ്. ഇന്ത്യയിലേക്ക് വരാനുള്ള എല്ലാ വിവരങ്ങളും ഡച്ചു സഞ്ചാരിയായ ലിൻഷോട്ടനിൽ നിന്നവർക്ക് ലഭിച്ചു. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ ഒരു വ്യാപാര സ്ഥാപനം നിലവിൽ വന്നു. ഭാരതവുമായി നേരിട്ട് വ്യാപാരം ഏർപ്പെടുത്തി. അങ്ങനെ ഇന്ത്യയുമായി വ്യാപാരബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനത എന്ന വിശേഷണം ഡച്ചുകാർക്ക് സ്വന്തമായി. പോർച്ചുഗീസുകാർ റോമൻ കത്തോലിക്ക വിഭാഗക്കാരുമാണ്. ഇവരെ അനുകരിച്ച് ഒട്ടേറെ വ്യാപാര സംഘങ്ങൾ മുന്നോട്ട് വന്നതിനാൽ അവർ തമ്മിൽ മത്സരം ഉണ്ടാകാതിരിക്കാൻ ഡച്ചു സർക്കാർ ഈ സംഘങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ ഒരു സംഘടന 1602 മാർച്ച് 20 ഏർപ്പെടുത്തി. 1604 അവർ സാമൂതിരിയുമായി സന്ധി ചെയ്തു. പോർച്ചുഗീസുകാർക്ക് കേരളത്തിലുണ്ടായിരുന്ന ആധിപത്യം ഇല്ലാതാക്കുക എന്നതായിരുന്നു ഈ സന്ധിയുടെ ലക്ഷ്യം. 1658 സിലോണിലെ പോർച്ചുഗീസ് കോളനി ഡച്ചുകാർ പിടിച്ചെടുത്തു. അതേ വർഷം തന്നെ പോർച്ചുഗീസുകാരുടെ കൊല്ലം കോട്ടയും അവർ പിടിച്ചെടുത്തു. 1659 കൊല്ലം റാണിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കൊല്ലത്ത് ഡച്ചുകാർക്ക് നിർണായകമായ സ്വാധീനം കൈവന്നു. എന്നാൽ പോർച്ചുഗീസുകാരുടെ തിരിച്ചടിയിൽ ഡച്ചുകാർക്ക് കച്ചവടക്കുത്തക നഷ്ടമായി. 1661 കൊല്ലം വീണ്ടും പിടിച്ചെടുത്ത് ഡച്ചുകാർ തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്ന അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു. 1663 പോർച്ചുഗീസ് കൊച്ചിയുടെ പതനത്തോടെ കേരളത്തിൽ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. പല ചെറുകിട രാജാക്കന്മാരെയും വരുതിയിലാക്കിയ ഡച്ചുകാർ കണ്ണൂർ കോട്ടയും പിടിച്ചെടുത്തു. കോലോത്തിരിയുമായി ഉണ്ടാക്കിയ സന്ധി പ്രകാരം കണ്ണൂരിലെ കുരുമുളക് കച്ചവടത്തിൻ്റെ കുത്തക ഡച്ചുകാർക്ക് ലഭിച്ചു. 1679 മുതൽ 1728 വരെയുള്ള കാലം ഡച്ചുകാർ കേരള രാഷ്ട്രീയത്തിൻ്റെ പരമാധികാരികളായി ഭരണരംഗത്ത് ആധിപത്യം ചെലുത്തി. പല നാടുവാഴികളുടെയും മേൽക്കോയ്മ അവർക്ക് സിദ്ധിച്ചു. ഡച്ചുകാരുടെ വ്യാപാരക്കുത്തക തകർക്കുക എന്നതു ലക്ഷ്യമിട്ട് ഇംഗ്ലീഷുകാർ 5 തെങ്ങിലും തലശ്ശേരിയിലും കോട്ടകൾ നിർമ്മിച്ചു. 1710 സാമൂതിരിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ചേറ്റുവായും പാപ്പിനിവട്ടവും ഡച്ചുകാർക്കു കിട്ടി. കൊച്ചിയെയും കോഴിക്കോടിനെയും തങ്ങളുടെ ആധിപത്യത്തിൻ കീഴിലാക്കിയ ഡച്ചുകാർക്ക് കേരളം മുഴുവൻ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരണമെന്ന മോഹമുണ്ടായി. കായംകുളം, കരപ്പുറം, പുറക്കാട്, കൊല്ലം എന്നിവിടങ്ങളിൽ തങ്ങളുടെ മേധാവിത്വം സ്ഥാപിക്കാൻ ഡച്ചുകാർ ശ്രമിച്ചു. ചെറുകിട രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ അവർ ഇടപെട്ടു. എന്നാൽ സാഹചര്യങ്ങൾ ഡച്ചുകാർക്ക് പ്രതികൂലമാകുന്നത് അവർ അറിഞ്ഞില്ല. ഡച്ചുകാർക്കെതിരെ ഒരു അഖില കേരള സഖ്യം സ്ഥാപിക്കാനുള്ള സാമൂതിരിയുടെ മോഹം ഡച്ചുകാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ഇംഗ്ലീഷുകാരുടെ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്ന സ്വാധീനമായിരുന്നു അവരുടെ മറ്റൊരു തടസ്സം. വടക്കൻ കേരളത്തിൽ കോലത്തിരിയും ഡച്ചുകാർക്കെതിരെ തിരിഞ്ഞു. ഇതിനൊക്കെ പുറമെ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ ഒരു പ്രബല ശക്തിയായി വളരുകയായിരുന്നു. 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ ഡച്ചുകാരെ തറപറ്റിച്ചത് അവരുടെ പദ്ധതികൾക്കേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ജൈത്രയാത്രയിൽ ഡച്ചുകാരുടെ പ്രാദേശികാധിപത്യങ്ങൾ തകർന്നു വീണു. 1743 1753 മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ ഉണ്ടാക്കിയ സന്ധികൾ ഡച്ചുകാർക്ക് പ്രതികൂലമായിരുന്നു. പലതവണ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഉടമസ്ഥാവകാശം മാറിമറിഞ്ഞ് ചേറ്റുവ
1755 സാമൂതിരി പിടിച്ചടക്കി. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. കൊച്ചിയുടെ മിക്കവാറും ഭാഗങ്ങളും സാമൂതിരിയുടെ അധീനതയിലായി. 1759-95 കാലഘട്ടം ഡച്ചുകാരുടെ ക്ഷയത്തിനും നാശത്തിനും സാക്ഷ്യം വഹിച്ചു. 1766 ഹൈദരാലി കോലത്തുനാട് പിടിച്ചടക്കി കേരളത്തിൽ പടയോട്ടം തുടങ്ങി. 1773 ആയപ്പോഴേക്കും മൈസൂർ സൈന്യം സാമൂതിരിയുടെ രാജ്യവും ചേറ്റുവായും പാപ്പിനിവട്ടവും തൃശ്ശൂരും പിടിച്ചെടുത്തു. 18-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഡച്ച് അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ കൊച്ചി കോട്ടയും തങ്കശ്ശേരിയും മാത്രമായിരുന്നു. 1795 ബ്രിട്ടീഷുകാർ മേജർ പെട്രിയുടെ നേതൃത്വത്തിൽ കൊച്ചിക്കോട്ട കീഴടക്കി വെടിമരുന്ന് വച്ച് തകർത്തു. ഇക്കാലത്ത് യൂറോപ്പിൽ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ സംഘട്ടനങ്ങൾ നടക്കുകയായിരുന്നു. ഈ സംഘട്ടനം അവസാനിച്ചപ്പോൾ കൊച്ചിയുൾപ്പെടെ കേരളത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഡച്ചുകാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. അതോടെ കേരളത്തിൽ ഡച്ചുകാരുടെ ചരിത്രവും അവസാനിച്ചു. കൊച്ചിയിലെത്തിയ മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ് കേരളത്തിൽ വന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. 1588 വന്നത്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. AD 1600 ലണ്ടനിൽ സ്ഥാപിതമായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യം ഇന്ത്യയുമായുള്ള വ്യാപാരം സ്ഥാപിക്കലായിരുന്നു. ക്യാപ്റ്റൻ കീലിങ്ങിൻ്റെ നേതൃത്വത്തിൽ 1615 വന്നിറങ്ങിയ ഇംഗ്ലീഷുകാരാണ് കേരളവുമായി കച്ചവട ബന്ധം സ്ഥാപിച്ചത്. സാമൂതിരിയുമായുള്ള ഉടമ്പടി പ്രകാരം രാജ്യത്ത് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം സമ്പാദിച്ചു. പൊന്നാനിയിലും കോഴിക്കോട്ടും പാണ്ടികശാലകൾ തുറക്കാൻ 10 പേരെ നിർത്തിയിട്ട് ബ്രിട്ടീഷ് നാവിക സംഘം തിരികെ പോയി. പോർച്ചുഗീസുകാരുടെ പ്രഭാവം കുറഞ്ഞ കാലത്ത് അവർ ഇംഗ്ലീഷുകാരുമായി ചില കരാറുകളിൽ ഏർപ്പെട്ടു. ആ കരാറുകൾ അനുസരിച്ച് പറങ്കി അധിനിവേശ കേന്ദ്രങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് പ്രവേശനം ലഭിച്ചു. 1636 അവർ കൊച്ചിയിൽ നിന്ന് ആദ്യമായി കുരുമുളക് കയറ്റി അയച്ചു. 1644 വിഴിഞ്ഞത്ത് ഒരു പാണ്ടികശാല സ്ഥാപിക്കുന്നതിനുള്ള അനുവാദം വേണാട് രാജാവ് രവിവർമ്മയിൽ നിന്ന് ലഭിച്ചു. പോർച്ചുഗീസ് പ്രദേശങ്ങൾ ഡച്ചുകാർ പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ഡച്ചുകാർ 1663 കൊച്ചി പിടിച്ചടക്കിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഇംഗ്ലീഷ് വ്യാപാരികൾ പൊന്നാനിയിലേക്ക് പോയി. 1664 കോഴിക്കോട്ട് പാണ്ടികശാല പണിയുവാൻ സാമൂതിരി ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകി. 1682 കോലത്തുനാട്ടു രാജാവ് തലശ്ശേരിയിൽ പാണ്ടികശാല കെട്ടാൻ ബ്രിട്ടീഷുകാരെ അനുവദിച്ചു. വളരെ കാലത്തേക്ക് തലശ്ശേരിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ശക്തികേന്ദ്രം. ബ്രിട്ടീഷുകാർക്ക് 1684 അഞ്ചുതെങ്ങിൽ കോട്ട നിർമ്മിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുമതി ലഭിച്ചു. കേരളത്തിൽ അവർ സ്ഥാപിച്ച ആദ്യത്തെ കോട്ടയാണിത്. 1708 അവർ തലശ്ശേരിയിൽ കോട്ട കെട്ടി. 1721 അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം നടന്നു. 1723 തിരുവിതാംകൂർ രാജാവ് രാമവർമ്മയുമായി അവർ ഒരു ഉടമ്പടിയിലേർപ്പെട്ടു. രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചലിൽ കോട്ട പണിത് കൊടുക്കാമെന്നു സമ്മതിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്നാട്ടിലെ ഒരു ഭരണാധികാരിയും തമ്മിലുള്ള ആദ്യ ഉടമ്പടിയായിരുന്നു അത്. രാജാവിനു വേണ്ടി കിരീടാവകാശിയായ മാർത്താണ്ഡവർമ്മയും കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓമുമാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 1726 ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് ഇടവായിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു. 1725 കേരളത്തിലെത്തിയ ഫ്രഞ്ചുകാരുമായി ഇംഗ്ലീഷുകാർ നിരന്തരം സംഘട്ടനങ്ങളിലേർപ്പെട്ടു. ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർ മേധാവിത്വം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
1757 ബംഗാളിൽ നടന്ന പ്ലാസി യുദ്ധത്തിലെ വിജയത്തിലൂടെ അവർ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ 1764 ബക്സാർ യുദ്ധത്തിൽ നേടിയ വിജയം ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഊട്ടിയുറപ്പിക്കാൻ അവർക്ക് സഹായകമായി. ഇതിനിടെ 1760 നടന്ന വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച് അവരുടെ ഇന്ത്യൻ സാമ്രാജ്യമോഹങ്ങളെ തകർത്തു തരിപ്പണമാക്കാനും ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. വ്യാപാര താൽപര്യങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷുകാർ കേരളീയ രാജാക്കന്മാരുടെ അധികാര വടംവലികളിൽ പക്ഷം പിടിച്ചു തുടങ്ങി. തിരുവിതാംകൂറിൽ ഡച്ചുകാർക്കും ഇടപ്രഭുക്കന്മാർക്കും എതിരായി മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് ഈ നിലപാടിൻ്റെ ഭാഗമായിട്ടായിരുന്നു. 1766 ഹൈദരാലി മലബാർ ആക്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ നിഷ്പക്ഷത പാലിച്ചു. പിന്നീട് നടത്തിയ ആക്രമണത്തിൽ തലശ്ശേരിയും ആക്രമിക്കപ്പെട്ടത് അവരെ പ്രകോപിപ്പിച്ചു. തുടർന്ന് ഹൈദർക്കെതിരെയായി കേരളത്തിലെ രാജാക്കന്മാരെ ഇംഗ്ലീഷുകാർ സഹായിച്ചു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി അനുസരിച്ച് ടിപ്പു ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശങ്ങളിൽ മലബാറും ഉൾപ്പെട്ടിരുന്നു. ടിപ്പുവിൻ്റെ പതനത്തിനു ശേഷം ബ്രിട്ടീഷുകാർ ടിപ്പുവിനെതിരായി തങ്ങളെ സഹായിച്ച രാജാക്കന്മാരെയും നാടുവാഴികളെയും അധികാരത്തിൽ പുനഃപ്രതിഷ്ഠിച്ചു. എന്നാൽ റവന്യൂ കുടിശ്ശിക വരുത്തിയെന്നതിൻ്റെ പേരിൽ 5 വർഷത്തിനകം അവരെ പുറത്താക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണമേർപ്പെടുത്തി. ഇത് എതിർപ്പുകൾക്ക് വഴിതെളിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ അതെല്ലാം അടിച്ചമർത്തി. രാജാക്കന്മാർ വർഷാശനം പറ്റിക്കൊണ്ട് ഒതുങ്ങി. കൊച്ചി 1791 തിരുവിതാംകൂർ 1795 1805 ഒപ്പുവെച്ച ഉടമ്പടികളിലൂടെ ബ്രിട്ടീഷ് അധീശത്വം അംഗീകരിച്ചതിനാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം പൂർണ്ണമായി. ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ സാമന്ത നാട്ടുരാജ്യങ്ങളിലെ ഭരണമേൽനോട്ടത്തിനായി നിയോഗിക്കപ്പെട്ടിരുന്ന റെസിഡന്റ് എന്ന സ്ഥാനപ്പേരുള്ള ഉദ്യോഗസ്ഥൻ നിർണായക ശക്തിയായി. അതുകൊണ്ടുതന്നെ സ്വാതന്ത്ര്യലബ്ധി വരെ രാജാവ്, ദിവാൻ, റെസിഡന്റ് എന്നിവർ ഉൾപ്പെടുന്ന ത്രികക്ഷി ഭരണമാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉണ്ടായിരുന്നത്. ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് ലഭിച്ച 5 തെങ്ങും പോർച്ചുഗീസ് ഡച്ച് കൈമാറ്റം വഴി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച തങ്കശ്ശേരിയും തിരുവിതാംകൂറുമായി അതിരു പങ്കിടുന്ന ബ്രിട്ടീഷ് പ്രദേശങ്ങളായി സ്വാതന്ത്ര്യലബ്ധി വരെ നിലകൊണ്ടു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർക്കും പിന്നീട് അവരിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കും ലഭിച്ച ഫോർട്ട് കൊച്ചിയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി നിലകൊണ്ടു. മദ്രാസ് സർക്കാരാണ് ഇതിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായതിനാൽ തിരുവിതാംകൂർ, കൊച്ചി സർക്കാരുകൾക്ക് ഈ പ്രദേശങ്ങളുടെ മേൽ ഭരണപരമായ അധികാരം ഇല്ലായിരുന്നു. ദാക്ഷായണി വേലായുധൻ എന്ന വനിതാ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫോർട്ട് കൊച്ചിയിലെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കേരളത്തിൽ വ്യാപാര ലക്ഷ്യവുമായി ഒടുവിലെത്തിയ പാശ്ചാത്യരായ ഫ്രഞ്ചുകാർക്ക് പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നതാണ് ഫ്രഞ്ചുകാർ. ഇവിടെ നാമമാത്രമായ സ്വാധീനമേ ചെലുത്താൻ കഴിഞ്ഞുള്ളൂ. 1725 ഒരു ഫ്രഞ്ച് നാവിക സംഘം മാഹി ഡി ലബോർദനെ എന്ന ഫ്രഞ്ച് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ മയ്യഴി എന്ന സ്ഥലം കടത്തനാട്ട് രാജാവിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ ക്യാപ്റ്റന്റെ പേരിൽ നിന്നാണ് മയ്യഴിക്ക് മാഹി എന്ന പേര് ലഭിച്ചത്. മാഹി ഡി ലബോർദനെ. മാഹി എന്ന മയ്യഴിയുടെ ആംഗലേയ രൂപമല്ല. തുടർന്ന് മാഹിയിലെ ഫ്രഞ്ചുകാരും തലശ്ശേരിയിലെ ഇംഗ്ലീഷുകാരും തമ്മിൽ തുടരെ കോലാഹലങ്ങൾ ഉണ്ടായി. 1728 ഒരു സന്ധി ഒപ്പുവെച്ചെങ്കിലും സംഘട്ടനത്തിന് അറുതിയുണ്ടായില്ല. യൂറോപ്പിൽ ഇരു കൂട്ടരും തമ്മിലുണ്ടായ 1749 എയ്ല ഷാപ്പൽ സന്ധിയെ തുടർന്നാണ് വളരെ കാലം നീണ്ടുനിന്നിരുന്ന സംഘട്ടനങ്ങൾക്ക് അവസാനമുണ്ടായത്. 1756 യൂറോപ്പിൽ ഇംഗ്ലീഷ് ഫ്രഞ്ച് സംഘട്ടനം അരങ്ങേറിയപ്പോൾ അതിൻ്റെ പ്രതിധ്വനി ഇവിടെയും ഉണ്ടായി. 1760 തമിഴ്നാട്ടിലെ വാണ്ടിവാഷിൽ
വന്തവാശി വച്ചു നടന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർക്ക് സമ്മാനിച്ച പരാജയം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ സാമ്രാജ്യമോഹങ്ങളെ തകർത്തു, തരിപ്പണമാക്കി കളഞ്ഞു. 1761 ഇംഗ്ലീഷുകാർ മാഹി പിടിച്ചെടുത്തു. എന്നാൽ പാരീസ് ഉടമ്പടി അനുസരിച്ച് അത് ഫ്രഞ്ചുകാർക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ 1765 ഫ്രഞ്ചുകാർ മാഹിയിൽ മടങ്ങിയെത്തി. പിൽക്കാലത്ത് 1954 മാഹി ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചിതമായത്. ഭരണപരമായി മാഹി ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ്. 9 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള മാഹി. ഇതര പ്രദേശങ്ങളിൽ നിന്ന് മാഹിയെ വേർതിരിച്ചിരുന്ന മയ്യഴിപ്പുഴ ഒരു കാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്രയാണ് നമ്മുടെ ടോപ്പിക്ക് PSC ബുള്ളറ്റിൻ്റെ ഈ ടെക്സ്റ്റിനകത്ത് വരുന്നത്. ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് പഠിക്കണം എല്ലാവരും.